Hi children, Unit 4 Magic Ring. Activity 1. The wand and the flute are working their magic. Two pictures related to what they do are given below. Find the appropriate lines from the poem which describe them and write them in the space given. മാജിക് വാൻ, മാജിക് ഫ്ലൂട്ട് രണ്ടുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോയം നോക്കി നമുക്ക് എടുത്തെഴുതണം. ആദ്യം നമുക്ക് മാജിക് ഫ്ലൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഐ ഹാവ് എ മാജിക് ഫ്ലൂട്ട്, ഇറ്റ് ബ്ലോസ് സോ സ്വീറ്റ്, ഇറ്റ് സിങ്സ് മീ ലില്ലബീസ് ആൻഡ് മേക്ക് മീ സ്ലീപ്പ്. അപ്പോൾ എനിക്ക് ഒരു മാജിക് ഫ്ലൂട്ട് ഉണ്ട് അല്ലേ, അത് മനോഹരമായ ഒന്നാണ് മാജിക് ഫ്ലൂട്ട്. അത് മനോഹരമായി ഊതും, അതുപോലെ താരാട്ട് പാടി എന്നെ ഉറക്കും. അടുത്തത് എന്താണ്? മാജിക് വാൻഡ് ആണ്. ഐ ഹാവ് എ മാജിക് വാൻഡ്, ഇറ്റ് ബീറ്റ് ദ ബാൻഡ്, ഇറ്റ് ബ്രിങ് മീ കുക്കീസ് ആൻഡ് കേക്ക് ടു ഈറ്റ്, ഇറ്റ് ഗെറ്റ് മീ ഐസ്ക്രീം ആൻഡ് ഗിവ് മീ എ ട്രീറ്റ്. എനിക്കൊരു മാജിക് വാൻഡ് ഉണ്ട്, ഏറ്റവും നല്ല ഒന്നാണത്. അത് ബാൻഡ് കൊട്ടും അല്ലേ, അതുപോലെ കുക്കീസ്, കേക്ക്, ഐസ്ക്രീം ഒക്കെ തരും, നല്ലൊരു വിരുന്ന് തരും മാജിക് വാൻഡ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, വാട്ട് വുഡ് യു ഡു ഇഫ് യു വെർ ഇൻ അബിൻസ് പ്ലേസ്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? നിങ്ങൾക്കൊരു മാന്ത്രിക മോതിരം കിട്ടിയാൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? What would you do if you got a magic ring? Write any 3 things you would like to ask for. നിങ്ങൾ ചോദിക്കുന്ന 3 കാര്യങ്ങൾ, മാന്ത്രിക മോതിരത്തിനോട് ചോദിക്കുന്ന 3 കാര്യങ്ങൾ എഴുതുക. You may begin with, if I got a magic ring, I would ask for. എങ്ങനെ തുടങ്ങും? ഞാൻ എന്ത് ചോദിക്കും? ഞാനൊരു ഐസ്ക്രീം ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ എഴുതാം? If I got a magic ring, I would ask for a cake. If I got a magic ring, I would ask for a cycle. ഇഷ്ടമുള്ളത് ചേർത്ത് നിങ്ങൾ ഈ സെൻറ്റൻസ് പൂർത്തിയാക്കണം. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഡയലോഗ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് അബിൻ. ഫാദറും അബിനും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കുക. ഫാദർ, I am sorry my dear. Where were you? Abin, I was far away. Father, far away? Did you anybody help you? Abin, that fish gave me a magic ring. Father, really? Abin, yes father. അപ്പോൾ അബിനും അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ അച്ഛൻ അബിനോട് സോറി പറയുകയാണ്, നീ എവിടെയായിരുന്നു? അപ്പോൾ അബിൻ പറയാണ്, ഞാൻ വളരെ അകലെയായിരുന്നു. അകലെയോ? നിന്നെ ആരെങ്കിലും സഹായിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബിൻ പറഞ്ഞു, ആ ഫിഷ് എനിക്ക് ഒരു മാജിക് റിങ് തന്നു. ശരിക്കും? അതെ അച്ഛാ എന്ന് പറയാണ്. ഹൂ ബോട്ട് യു ഹിയർ? എ മാജിക് റിങ്. ഫാദർ, ഇറ്റ്സ് വണ്ടർഫുൾ, പ്ലീസ് ഷോ മീ ദാറ്റ് മാജിക് റിങ്. അപ്പോൾ നിന്നെ ആരെങ്ങോട്ട് കൊണ്ടുവന്നത്? ആരാണ് കൊണ്ടുവന്നത്? മാജിക് റെയിനാണ്. അത് ശരിക്കും അത്ഭുതമാണ്. നീ ആ മാജിക് റിങ് എന്നെ ഒന്ന് കാണിക്കൂ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ അബിൻ എന്ത് പറഞ്ഞു? ഹിയർ യു ആർ, ഡോണ്ട് റബ് ഇറ്റ്. ഫാദർ, യെസ് മൈ ഡിയർ. അപ്പോൾ അച്ഛനെ മാന്ത്രിക മോതിരം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, അത് റബ്ബ് ചെയ്യരുത്, ഉരസരുത്, തടവരുതെന്ന് പറയാണ്. അച്ഛൻ പറയും യെസ് മൈ ഡിയർ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ദ ക്രെയിൻ ഫ്ലൂ ബാക്ക് ഹോം. ഇറ്റ്സ് യങ് വൺസ് വേർ വെയിറ്റിംഗ് ഫോർ ഹെർ. She told them everything that had happened. അപ്പോൾ കൊട്ടി തിരിച്ചു വന്നു. എന്നിട്ട് അവിടെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കൊട്ടിയുടെ കുഞ്ഞുങ്ങൾ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ കൊട്ടി കുഞ്ഞുങ്ങളോട് പറഞ്ഞു. എന്തായിരിക്കാം കൊട്ടി പറഞ്ഞത്? I met a boy today. His name is Sabin. He is just 8 years old. He lost his way. I helped him reach home safely. His home is on the seashore. It is a beautiful seashore. I saw many people, houses, boats and nets on the shore. അപ്പോൾ ഞാൻ ഇന്നൊരു ആൺകുട്ടിയെ കണ്ടു. അവൻ്റെ പേരെന്താണ്? പേര് അബിൻ എന്നാണ്. അവന് എത്ര വയസ്സുണ്ടാവും? ഒരു 8 വയസ്സുണ്ടാവും. അവന് വഴി തെറ്റി. ഞാൻ അവനെ വീട്ടിലെ സേഫായിട്ട് എത്തിച്ചു. അവൻ്റെ വീട് എവിടെയാണ്?
അവൻ്റെ വീട് കടൽ തീരത്താണ്, നല്ല ഭംഗിയുള്ളൊരു കടൽ തീരം. ഞാനവിടെ ധാരാളം ആളുകളെയും വീടുകളെയും ബോട്ട് നെറ്റ് ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്? ഫിൽ ഇൻ ദ വേർഡ് വെബ് വിത്ത് ഫർദർ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസിൻ്റെ പേര് എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട വേർഡ് വെബ് പൂർത്തിയാക്കണം. അപ്പോൾ നമ്മുടെ എഴുതിയിട്ടുള്ളത് ബീച്ചാണ്. അപ്പോൾ ബീച്ചുമായി ബന്ധപ്പെട്ട വേർഡ് വെബിൽ എന്തൊക്കെ എഴുതാം? സീഷോർ, ബോട്ട്, വേവ്സ്, സീ. The crane took Abin to seashore where he lived. The journey was like a tour to him. He saw many places on his way. You may also have visited many such places. List some of those places. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ക്രെയിനാണ് നമ്മളെ അബിനെ തിരിച്ച് സീഷോറിലേക്ക് കൊണ്ടുപോയത് അല്ലേ? അപ്പോൾ അവന് ആ ജേർണി ശരിക്കും ഒരു ടൂർ പോലെ തന്നെയായിരുന്നു. അവന് വഴിയിൽ വെച്ച് ധാരാളം സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങളും ഇതുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അങ്ങനത്തെ കുറച്ച് പ്ലേസുകളിലെ പേരാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് വായിക്കാം. ബീച്ച്, സൂ, പാർക്ക്, മ്യൂസിയം, ഷോപ്പിംഗ് മാൾ, മാർക്കറ്റ്, സിനിമ തിയേറ്റർ, എക്സിബിഷൻ. കൂടുതലും നിങ്ങൾക്ക് പ്ലേസസ് കണ്ടെത്തി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ദ ബീച്ച് ഈസ് ക്രൗഡഡ്. ദീപു, ദീപ, ആരിഫ് ആൻഡ് സുമയ്യ ആർ ട്രൈയിങ് ടു മേക്ക് സം സ്കൾപ്ചേഴ്സ് വിത്ത് സാൻഡ്. ഡിസ്ക്രൈബ് ദ ചിൽഡ്രൻ ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. വൺ ഈസ് ഡൺ ഫോർ യു. അപ്പോൾ ബീച്ചിൽ നല്ല തിരക്കുണ്ട്. മണൽ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് ദീപുവും ദീപ, ആരിഫ, സുമയ്യ എന്നീ കുട്ടികളൊക്കെ. അപ്പോൾ ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് എഴുതി നോക്കിയാലോ. ദിസ് ഈസ് ആരിഫ. ആരിഫ്, ഹി ഈസ് ഇൻ എ ഓറഞ്ച് ലൈൻ ഷർട്ട് ആൻഡ് ഗ്രീൻ ട്രൗസേഴ്സ്. ഹി ഈസ് മേക്കിംഗ് എ ഹൗസ്. ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആരിഫിൻ്റെ ഓറഞ്ച് ലൈൻ ഷർട്ടാണ്, ഗ്രീൻ ട്രൗസറാണ്. അവൻ എന്ത് ചെയ്യാണ്? ഒരു വീട് ഉണ്ടാക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? അടുത്തത് ദീപേനെ കുറിച്ചാണ് എഴുതിയാണ്. ദിസ് ഈസ് ദീപ. ഷീ ഈസ് ഇൻ ഗ്രീൻ ബ്ലൗസ് ആൻഡ് പിങ്ക് സ്കേർട്ട്. ബ്ലൗസിൻ്റെ കളർ ഗ്രീനാണ്, പാവാട പിങ്ക് ആണ്. ഷീ ഈസ് മേക്കിംഗ് എ ബോട്ട് ഉണ്ടാക്കുകയാണ്. നല്ല ഭംഗിയുള്ള ബോട്ടാണ് അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് സുമയ്യ. ഷീ ഈസ് ഇൻ എ ഗ്രീൻ ബ്ലൗസ് ആൻഡ് ബ്ലർ സ്കേർട്ട്. ഷീ ഈസ് മേക്കിംഗ് എ ഡീർ. ഇറ്റ് ലുക്സ് വണ്ടർഫുൾ. അപ്പോൾ സുമയ്യയുടെ ബ്ലൗസിൻ്റെ കളർ ഗ്രീനാണ്, സ്കേർട്ട് ബ്ലാക്ക് ആണ്. അവൾ എന്ത് ചെയ്യുകയാണ്? ഒരു ഡീറിനെ ഉണ്ടാക്കുകയാണ്. ഇനി ഡിസ്ക്രൈബ് യുവർ ഫേവറേറ്റ് പ്ലേസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ളത് പാർക്കിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ. മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് പാർക്ക്. ഐ ക്യാൻ പ്ലേ ഇൻ ദ സ്വിംഗ്. വി ക്യാൻ പ്ലേ ഇൻ ദ സീസോ. ദ പോണ്ട് ഇൻ ദ പാർക്ക് ഈസ് ഫുൾ ഓഫ് ബ്ലൂ വാട്ടർ ലില്ലി. ഗോയിങ് ടു മെറി ഗോ റൗണ്ട് ആൻഡ് സ്ലൈഡ് ഈസ് വെരി ഫണ്ണി. ക്ലൈംബിംഗ് നെറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പാർക്കാണ്. അപ്പോൾ നമുക്ക് പാർക്കിൽ പോയി എവിടെയൊക്കെ കളിക്കാം? സ്വിങ്ങിൽ കളിക്കാം, സീസോയിൽ കളിക്കാം അല്ലേ? സ്ലൈഡിൽ കളിക്കാം, അതുപോലെ നെറ്റിൽ ക്ലൈംബ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മനോഹരമായി ചെറിയ കുളമുണ്ട്. കുളത്തിൽ നിറച്ച് നീല കളറുള്ള വാട്ടർ ലില്ലീസിനെ നമുക്ക് കാണാം. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം, പേജ് 83. അപ്പോൾ റൈമിംഗ് വേർഡ്സ്, ആ പോയമായി ബന്ധപ്പെട്ട റൈമിംഗ് വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൺ ബാൻ, വൺ ഡൺ, കുക്കീസ്, ക്രീംസ്, ഈറ്റ്, ട്രീറ്റ്, ഫ്ലൂട്ട്, സ്വീറ്റ്, വൺ സ്റ്റൺ, ഡി, സ്ലീപ്പ്. അടുത്തത് പ്രോജക്റ്റ് വർക്കാണ്. നിങ്ങൾ കണ്ടെത്തി എഴുതണം. പീപ്പിൾ അറൗണ്ട് us ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെൻറ്റ് ജോബ്സ്. ആർ ഇൻ ദി some of them are doctors or teachers, some are masons, some farmers and some carpenters. There are many of other jobs too. What jobs are people in your locality engaged in? Let's conduct a survey. അപ്പോൾ നിങ്ങൾ ചുറ്റുപാടും ശ്രദ്ധിക്കുകയാണെങ്കിൽ പല ആൾക്കാരും പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാം. ചിലർ ഡോക്ടറാവാം, ചിലർ ടീച്ചറാണ്, ചിലർ മേസൺസാണ്, ചിലർ ഫാർമേഴ്സാണ്, കാർപ്പൻറ്റേഴ്സാണ്. ഇതിൽ പെടാത്ത കുറേ ജോലികളും കുറേ കാണാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ചുറ്റുപാടുള്ള അയൽക്കാരൊക്കെ ഏതൊക്കെ ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ അവരുടെ പേര്, വയസ്സ്, ജോലി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഹൂ ആം ഐ?
റീഡ് ദ സെൻറ്റൻസ് ബിലോ, ഫിൽ ദ ബോക്സസ് വിത്ത് വാട്ട് ദേ സജസ്റ്റ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് വായിച്ച് സൂചനകൾ തന്നിട്ട് അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഐ ആം എ ബേർഡ്, ഐ ക്യാൻ ഫ്ലൈ. എന്തായിരിക്കാം അത്? കൈറ്റ്, KITE എന്നൊരു സ്പെല്ലിങ് നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതണം. അവർ ഹോം ഈസ് ദ സീ, വി കം ടു ഷോർ ആൻഡ് ഗോ ബാക്ക്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? വേവ്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഐ പ്രൊട്ടക്ട് ബേർഡ്സ് ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്, ഐ ഗീവ് കളേഴ്സ് ടു ബേർഡ്സ്, മൈ നെയിം സ്റ്റാർട്ട് വിത്ത് ലെറ്റർ എഫ്. എഫ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഫെദർ എന്ന് എഴുതി ചേർക്കണം. ഇനി അടുത്തത് ഐ ആം എ വൈറ്റ് ബേർഡ് വിത്ത് എ ലോങ് ബീക്ക്, ഐ ക്യാൻ ക്യാച്ച് ഫിഷ് ഈസിലി. ഇവിടെ എന്ത് എഴുതാം? ക്രെയിൻ. ഐ ആം ബിഗർ ദാൻ ഹിൽ, റിവേഴ്സ് സ്റ്റാർട്ട് ഫ്രം മീ. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? മൗണ്ടെയിൻ അല്ലേ? യു ക്യാൻ ഫീൽ മീ ബട്ട് കനോട്ട് സീ മീ, വെൻ ഐ ബ്ലോ ദ ട്രീസ് സ്വേ. എന്താണ് എഴുതേണ്ടത് ഇവിടെ? അപ്പോൾ ഇവിടെ വിൻഡ് എന്നാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത്. പീപ്പിൾ വെയർ മീ ഓൺ ദെയർ ഫിംഗേഴ്സ്, ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. എന്താണ് എഴുതേണ്ടത്? റിംഗ്. I am covered with fine sand, waves come and hit me, some collect shell from me, seashore. Seashore എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ആണ് ബോക്സിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്. Here are some events in the story. Some of them happened at the seashore. Some of them happened in the forest. Write them in the proper space provided. Write them in the order as they happened in the story. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സംഭവിച്ചുള്ളത് സീഷോറിൽ സംഭവിച്ചുള്ളതാണ്, ചിലത് ഫോറസ്റ്റിൽ വെച്ച് സംഭവിച്ചുള്ളതാണ്. അപ്പം അതിന് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർഡർ ആക്കിയിട്ട് കഥയിൽ സംഭവിച്ച ക്രമത്തിൽ തന്നെ എഴുതി നോക്കണം. അപ്പം എന്തൊക്കെയാണ് തന്നിട്ടുള്ള കാര്യങ്ങൾ? ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിംഗ്, Abin let the fish go, Abin dug the pit in the sand, Abin carried the big fish, father told sorry to Abin, Abin saw kites and crows, Abin counted the birds. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അത് സംഭവിച്ച ക്രമത്തിൽ തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഇവിടെ എഴുതി കാണാം. Abin dug the pit in the sand. ഓരോ സ്പെല്ലിങ്ങും ആ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതാം. അപ്പോൾ ഇവിടെ കളർ വരുന്നത് കാണാം. ഒരു അക്ഷരം എക്സ് എന്നുള്ള അക്ഷരം മഞ്ഞ കളറിലായിട്ട് വരും. ഇനി അടുത്തത് സെൻറ്റൻസ് എഴുതുമ്പം ഏതായിരിക്കും വരിക? അബിൻ കൗണ്ടഡ് ദ ബോട്ട്. പിന്നെ എന്തായിരിക്കാം? അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്, അബിൻ ക്യാരിഡ് ദ ബിഗ് ഫിഷ്, അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ, ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിംഗ് അല്ലേ? അപ്പോൾ അത് ഫാദർ ടോൾഡ് സോറി ടു അബിൻ. ഇത് ക്രമത്തിലായിട്ട് എഴുതി വരുമ്പോൾ നമുക്ക് അവസാനം എന്താണ്? ഈ കളർ ചെയ്ത മഞ്ഞ കളർ ചെയ്ത ലെറ്റേഴ്സൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്ത് കാണാം? സക്സസ് എന്നുള്ളൊരു വാക്ക് കാണാം. അടുത്തത് ഫോറസ്റ്റിൽ വെച്ച് സംഭവിച്ചതാണ്. ഇൻ ദ ഫോറസ്റ്റ് എ ഹ്യൂജ് ക്രെയിൻ അപ്പിയർഡ്, ദ വൈൽഡ് ഡോഗ് ചേസ്ഡ് ദ ഡിർ, എ ലയൺ അറ്റാക്ക് അബിൻ, ദ ക്രെയിൻ സേവ്ഡ് അബിൻ, ദ ക്രെയിൻ സേവ്ഡ് ദ ഡിർ, അബിൻ റബ്ഡ് ദ മാജിക് റിംഗ്. അപ്പോൾ ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ദ വൈൽഡ് ഡോഗ് ചേസ് ദ ഡീർന്ന്. അടുത്തത് കള്ളിയിൽ ഇതുപോലെ എഴുതിക്കൊണ്ടിരിക്കണം ഓർഡറിൽ. അബിൻ റബ്ഡ് ദ മാജിക് റിംഗ്, എ ഹ്യൂജ് ക്രെയിൻ അപ്പിയർഡ്, ദ ക്രെയിൻ സേവ്ഡ് ദ ഡീർ, എ ലയൺ അറ്റാക്ട് അബിൻ, ദ ക്രെയിൻ സേവ്ഡ് അബിൻ. അപ്പോൾ ആ മഞ്ഞ കളർ കൊടുത്തിട്ടുള്ള ബോക്സസിലെ ലെറ്റേഴ്സൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിന്നർ എന്നുള്ളൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് കറക്റ്റായിരിക്കും. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ക്രെയിൻ ആൻഡ് അബിൻ. ക്രെയിനും അബിനും തമ്മിലുള്ള സംഭാഷണം എഴുതണം. ക്രെയിൻ, ആർ യു ഹാപ്പി? അബിൻ, നോ. വൈ? ആർ യു സ്റ്റിൽ ഹംഗ്രി? ഐ വാണ്ട് ടു ഗോ ഹോം, ഐ വാണ്ട് ടു സീ മൈ മം. ക്രെയിൻ, ഡോണ്ട് വെറി മൈ ലിറ്റിൽ ബോയ്, ഐ വിൽ ടേക്ക് യു ഹോം സൂൺ. അപ്പം ക്രെയിൻ ചോദിക്കുകയാണ്, നിനക്ക് സന്തോഷമായോ? ഇല്ല. എന്തുകൊണ്ടാണ്? നിനക്ക് വിശന്നിട്ടാണോ? അല്ല. അപ്പം എന്താണ് അബിൻ പറഞ്ഞത്? എനിക്ക് വീട്ടിലേക്ക് പോകണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ക്രെയിൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ നിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലാക്കാം എന്ന് പറയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി. അബിൻ വാസ് വെരി ടയേർഡ്. ഹി വാസ് ഹംഗ്രി ടു, ബട്ട് ദർ വാസ് നത്തിങ് അറ്റ് ഹോം ടു ഈറ്റ്. He thought of the ring. He touched the ring and said, "Give me food." What a surprise! A variety of food items appeared on the kitchen table. Help Abin fill them in 3 bags. അപ്പോൾ അബിന് ഭയങ്കര ക്ഷീണമാണ്, നല്ല വിശപ്പുണ്ട്. പക്ഷെ അവിടെ ഒന്നും
ഭക്ഷണത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ആ സമയത്താണ് മാജിക് റിങ്ങിനെ കുറിച്ച് ഓർത്തത്. അപ്പോൾ മാജിക് റിങ്ങിന് തൊട്ട് അവൻ പറഞ്ഞു, എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു. എന്ത് അത്ഭുതം! പറഞ്ഞു തീരുമ്പോഴേക്കും അവരെ അത്ഭുതപ്പെടുത്തിയിട്ട് എൻ്റെ കിച്ചൺ ടേബിളുമേ ഫുഡ് ഐറ്റംസ് അങ്ങോട്ട് നിറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ സഹായിക്കണം ഈ 3 ബാഗിൽ സാധനങ്ങൾ നിറക്കാനായിട്ട്. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് തന്നുള്ളത് നമുക്കവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. സാൾട്ട്, ആപ്പിൾ, റൈസ്, ക്യാബേജ്, ടൊമാറ്റോ, വീറ്റ്, ബനാന, ഒനിയൻ, ഓറഞ്ച്, ഗ്രീൻ ഗ്രാം, ചില്ലി, ഷുഗർ, പൈനാപ്പിൾ, ബ്രിഞ്ചാൾ, ടീ, പൊട്ടാറ്റോ, ചിക്കു, ഡാൽ, ജിഞ്ചർ, ജാക്ക് ഫ്രൂട്ട്. ഇതൊക്കെ വേർതിരിച്ച് 3 ബാഗുകളാക്കിയിട്ട് തിരിക്കണം. ആദ്യത്തെ ഗ്രോസറിയാണ്, പലചരക്ക് സാധനങ്ങളൊക്കെ ആദ്യത്തേൽ എഴുതണം. രണ്ടാമത്തേൽ ഫ്രൂട്ട്സ് ആണ് എഴുതേണ്ടത്. മൂന്നാമത്തത് എന്താണ്? വെജിറ്റബിൾസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ എഴുതേണ്ട സാധനങ്ങൾ നോക്കി, ഗ്രോസറിയുടെ ഇതിൽ എഴുതേണ്ടത് ഏതൊക്കെ സാധനങ്ങളാണ്? സാൾട്ട്, റൈസ്, വീറ്റ്, ഗ്രീൻ ഗ്രാം, ഷുഗർ, ടീ, ദാൽ. ഇതൊക്കെയാണ് ആദ്യത്തെ ഇതിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ ഫ്രൂട്ട്സ് ആണ്, ആപ്പിൾ, ബനാന, ഓറഞ്ച്, പൈനാപ്പിൾ, ചിക്കു, ജാക്ക് ഫ്രൂട്ട്. വെജിറ്റബിൾസിൽ എഴുതേണ്ടത് ക്യാബേജ്, ടൊമാറ്റോ, ഒനിയൻ, ചില്ലി, ബ്രിഞ്ചാൾ, പൊട്ടാറ്റോ, ജിഞ്ചർ. ഇതൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. ഇനി ഒരു ചെറിയൊരു വർക്കും കൂടിയുണ്ട്. നൗ അറേഞ്ച് ദ ഫുഡ് ഐറ്റം ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഈ തന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതേ ഓർഡറിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പരിശ്രമിച്ച് നോക്കുക എങ്ങനെയാണ് ആൽഫബറ്റിൽ. ആദ്യം എയിൽ തുടങ്ങുന്ന വാക്കാണ്, പിന്നെ ബി, പിന്നെ സി, അങ്ങനെ ഓർഡറിൽ അതേ ഓർഡറിൽ എഴുതി ഇതുപോലെ ആപ്പിൾ, ബനാന, ബ്രിഞ്ചൽ, ക്യാബേജ്, ചിക്കു, ചില്ലി, ദാൽ, ജിഞ്ചർ, ഗ്രീൻ ഗ്രാം, ജാക്ക് ഫ്രൂട്ട്, ഒനിയൻ, ഓറഞ്ച്, പൈനാപ്പിൾ, പൊട്ടാറ്റോ, റൈസ്, സാൾട്ട്, ഷുഗർ, ടീ, ടൊമാറ്റോ, വീറ്റ്. ഇതേ ഓർഡറിൽ നിങ്ങൾ എഴുതി പൂർത്തിയാക്കണം. ഓക്കെ, താങ്ക് യു.